കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഡാറ്റ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് റാൻഡം നമ്പേഴ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു എക്സൽ ഷീറ്റ് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ എടുക്കേണ്ടത് ഡേറ്റ സെലക്ട് ചെയ്യുക. ഇതിൽ ഡാറ്റ അനാലിസിസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഫോർമുല ബോക്സ് കിട്ടുന്നതാണ്. അതിനകത്ത് നമുക്ക് റാൻഡം നമ്പർ ജനറേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര വേരിയബിൾസ് വേണം, ഇപ്പോൾ എക്സും വൈ രണ്ട് വേരിയബിൾസ് വേണമെങ്കിൽ രണ്ടത് കൊടുക്കുക. അപ്പോൾ ഒരു വേരിയബിൾ എക്സ് മാത്രം മതിയെങ്കിൽ നമുക്ക് 1 നമ്പർ ഓഫ് വേരിയബിൾസിനാണ് 1 കൊടുക്കാം. നമ്പർ ഓഫ് റാൻഡം നമ്പേഴ്സ്, എത്ര റാൻഡം നമ്പേഴ്സാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? 50 റാൻഡം നമ്പേഴ്സാണ്, അതുകൊണ്ട് 50 കൊടുക്കാം. ഇനി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് ഡിസ്ട്രിബ്യൂഷനാണ് വേണ്ടത്? ബൈനോമിയലാണ്. അപ്പോൾ ബൈനോമിയൽ സെലക്ട് ചെയ്തു. ഇനി പി വാല്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 0.54 ആണ്. നമ്പർ ഓഫ് ട്രയൽസ് ഇത്രയും നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 20 ട്രയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 20 ട്രയൽസ് ആവശ്യമുണ്ട്. അപ്പോൾ 20. ഇനി ഔട്ട്പുട്ട് റാൻഡം സീഡ് വേണ്ട, നമുക്ക് ഔട്ട്പുട്ട് റേഞ്ച് സെലക്ട് ചെയ്യാം. എവിടെയാണ് ആൻസർ വേണ്ടതെന്ന് നോക്കാം. അവിടെ നമുക്കിവിടെ നമ്മൾ ഈ കോളമാണ് സെലക്ട് ചെയ്ത് ആൻസർ വേണ്ട കോളം ഇതാണ്. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര റാൻഡം നമ്പേഴ്സ് കിട്ടും? 15 റാൻഡം നമ്പേഴ്സ് കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ബൈനോമിയിൽ നിന്നും റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ജനറേറ്റ് 50 റാൻഡം നമ്പേഴ്സ് ഫ്രം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ലാംഡ ഈക്വൽ ടു 12 ആണ്. നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. ആദ്യമായിട്ട് നമുക്കിതങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡാറ്റ സെലക്ട് ചെയ്യുക, ഡാറ്റ അനാലിസിസ് പോവുക. ഇനി അതിനകത്ത് റാൻഡം നമ്പർ ജനറേഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്പർ ഓഫ് വേരിയബിൾസ് ഒന്ന് തന്നെയുള്ളൂ. റാൻഡം നമ്പേഴ്സ് നമുക്ക് എത്ര വേണം? 50 റാൻഡം നമ്പേഴ്സ് വേണം. ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഏതാണ്? പോയിസൺ ആണ്. ഇനി ലാംഡയുടെ വാല്യൂ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 12 ആണ്. ലാംഡയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ എത്ര പറഞ്ഞിരിക്കുന്നത്? 12 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ എത്ര കൊടുക്കാം? 12 എന്ന് കൊടുക്കാം. ഇനി ഔട്ട്പുട്ട് റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഔട്ട്പുട്ട് റേഞ്ച് എവിടെ വേണം? നമുക്ക് ഈ കോളത്തിലാണ് വേണ്ടതെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്തെടുത്തു. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ 50 റാൻഡം നമ്പേഴ്സ് കിട്ടുന്നതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് 50 റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഡേറ്റ നേരത്തെ കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. ഇനി ഡേറ്റ പോവുക, ഡാറ്റ അനാലിസിസ് സെലക്ട് ചെയ്യുക, റാൻഡം നമ്പർ ജനറേഷൻ ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് എത്ര വേരിയബിൾസാണ് വേണ്ടത്? ഒരു വേരിയബിളാണ് വേണ്ടത്. രണ്ട് വേരിയബിൾ എക്സും വൈയും വേണമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സെലക്ട് ചെയ്യുക, രണ്ടെന്ന് കൊടുക്കുക. ഒരു വേരിയബിൾ മതിയെങ്കിൽ നമ്പർ 1 കൊടുക്കുക. എത്ര റാൻഡം നമ്പേഴ്സാണ് വേണ്ടത്? 50 റാൻഡം നമ്പേഴ്സാണ് വേണ്ടത്. ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സെലക്ട് ചെയ്യാം. ഇനി അതിൻ്റെ മീൻ എത്രയാണ്? മീൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന മീൻ നമുക്ക് ചെക്ക് ചെയ്യാം. മീൻ എത്രയാണ്? 15ഉം സ്റ്റാൻഡേർഡ് ഡിവിഷൻ 3യുമാണ് പറഞ്ഞത്. നമുക്ക് മീൻ സെലക്ട് ചെയ്തെടുക്കാം. മീൻ 15, സ്റ്റാൻഡേർഡ് ഡിവിഷൻ എത്രയാണ്? 3 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് റേഞ്ച് എവിടെ വേണമെന്ന് നമുക്കത് സെലക്ട് ചെയ്തെടുക്കാം. ഔട്ട്പുട്ട് റേഞ്ച് നമുക്ക് വേണ്ടത് ഈ കോളമാണ്. അപ്പോൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 50 റാൻഡം നമ്പേഴ്സ് നമുക്ക് ഏത് ഡിസ്ട്രിബ്യൂഷൻ്റെ സെലക്ട് ചെയ്യാൻ പറ്റും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സെലക്ട് ചെയ്യാൻ പറ്റും. Okay, thank you.